മനുഷ്യന് യഥാർത്ഥത്തിൽ വലിയ റാഷണലിസ്റ്റൊന്നുമല്ല. പലപ്പോഴും ഇമോഷൻസിന് അടിമയാണ് മനുഷ്യൻ. ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഉള്ള ഇമോഷൻസിന് അടിമയായിട്ടാണ് മനുഷ്യൻ തീരുമാനം എടുക്കുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് ചിന്തിക്കൂല, സ്നേഹം വരുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം ചിന്തിച്ചിട്ടല്ല. അങ്ങനെ യുക്തിപൂർണ്ണമായ തീരുമാനം എന്നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, രണ്ട് രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവാസ്തികത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ ഒരു അഫലം യൻദുറൂ ഇലാ സമാഇ കൈഫ ബനൈനാഹ, അങ്ങനെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ കാര്യകാരണ ബന്ധങ്ങളെ, കോശാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ ഫിലോസഫിക്കൽ ചർച്ചകളെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഡിവൈൻ റിയാലിറ്റി പോലത്തെ പുസ്തകങ്ങൾ, അങ്ങനെ ഇസ്ലാമിക് ആയിട്ടുള്ള ദൈവാസ്തികത്തെ കുറിച്ച് സംസാരിക്കുന്ന ബുക്കുകളെ കുറിച്ച് നമ്മൾ ഫിലോസഫിക്കൽ ചർച്ചയിലൂടെ അള്ളാഹനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നാൽ ഇതിലേറെ രസമായിട്ട് കൂടുതൽ ആളുകളും മനുഷ്യരും ഒന്ന് വലിയ ചിന്തിച്ചിട്ടൊന്നുമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അത് അവൻ്റെ ഒരു സന്തോഷവും ഒരു പ്രതീക്ഷയുമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാണാൻ പറ്റും ഒരായത്ത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങളോട് എന്നെക്കുറിച്ച് എൻ്റെ അടിമ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ദുഃഖിച്ചെടുക്കുന്ന മനുഷ്യനോട് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയൊരു പ്രതീക്ഷയും ഒരു സമാധാനമാണ്. ഇതേപോലെ തന്നെയാണ് അധിക വിശ്വാസികളും ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരുപാട് ചിന്തിച്ചിട്ടൊന്നുമല്ല. അവർക്ക് കിട്ടുന്ന പ്രതീക്ഷ, പ്രയാസങ്ങൾ വരുമ്പോൾ മുന്നോട്ട് ഗമിക്കാനുള്ള, മുന്നോട്ട് ഇനിയും ജീവിക്കാനുള്ള പ്രതീക്ഷകളൊക്കെ കിട്ടുന്ന ആ സന്തോഷത്തിലാണ് ദൈവത്തിനെ അവൻ വല്ലാണ്ട് സ്നേഹിക്കുന്നത്.